വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം തിരുവചനം. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മനുഷ്യരുടെ ഇടയിൽ എലിസബത്തിനുണ്ടായിരുന്ന അപമാനം എന്ന് പറയുമ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഏക ഉദ്ദേശം മക്കളുണ്ടാവുക എന്നതായിരുന്നു. ആകയാൽ മക്കളില്ലാത്ത അവസ്ഥ ദൈവം കടാക്ഷിച്ച് എലിസബത്തിൽ നിന്നും നീക്കി അങ്ങനെ അവളുടെ അപമാനം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ആത്മീയ അർത്ഥ തലം കൂടി ഉണ്ട്. നമ്മൾ ആ ആത്മീയ അർത്ഥതലത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ സക്കറിയ പഴയ നിയമ പൗരോഹിത്യത്തെ ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. എലിസബത്ത് ആകട്ടെ ന്യായപ്രമാണത്തെയും. ഇത് രണ്ടും നല്ലതായിരുന്നു. ഇവർ രണ്ടുപേരും, സക്കറിയായും എലിസബത്തും, നീതിയുള്ളവരായിരുന്നു. ദൈവസന്നിധിയിൽ നീതിമാന്മാരായി കാണപ്പെട്ടിരുന്നു. കാരണം ന്യായപ്രമാണവും പഴയ നിയമ പൗരോഹിത്യവും നല്ലത് തന്നെ ആയിരുന്നു. നിയമം നല്ലതും പൗരോഹിത്യം വിശുദ്ധവുമായിരുന്നു. എന്നാൽ ഇത് രണ്ടും പ്രായാധിക്യത്താൽ കാലക്രമേണ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. കാരണം ന്യായപ്രമാണം പുരോഹിതന്മാരാണ് കൈകാര്യം ചെയ്തിരുന്നത്. അവരാണ് ന്യായപ്രമാണം ഉപയോഗിച്ച് ജനത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ പ്രബോധനങ്ങളാൽ ഇത് നല്ലതും ആത്മീയവും ആകയാൽ ആത്മീയ സന്തതികൾ ജനിക്കേണ്ടതായിരുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദ ജനത ആത്മീയരായി തീരേണ്ടതായിരുന്നു. പക്ഷേ അതിന് മാത്രം സാധിക്കാത്ത വിധം ഈ എലിസബത്ത് വന്ധ്യ ആയിരുന്നു എന്ന് പറയുമ്പോൾ എലിസബത്ത് പ്രതിനിധാനം ചെയ്യുന്ന ന്യായപ്രമാണം ഒരു ആത്മീയ സന്തതിക്ക് ജന്മം നൽകാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ നിയമം ഒന്നിനെയും പൂർണ്ണതയിലെത്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ന്യായപ്രമാണത്തിന് ഒരു ആത്മീയ സന്തതിയെ ജനിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ ആത്മീയ അവസ്ഥയെപ്പറ്റി അത് വിവരിക്കുമായിരുന്നു. തുടർന്ന് സക്കറിയ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. സക്കറിയ മാത്രം ഊമനായി പോകുന്നു. കാരണം ഈ സക്കറിയ മുഴുവൻ ജനത്തിനു വേണ്ടിയാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. സക്കറിയ ഊമനായി എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനവും സംസാരിക്കാൻ സാധിക്കാത്തവരായി. എന്ത് സംസാരിക്കാൻ പറ്റാത്തവര്? ഈ ആത്മീയ സന്തതിയിലൂടെ വെളിപ്പെടാനിരിക്കുന്ന ദൈവകൃപയെപ്പറ്റി സംസാരിക്കാൻ സാധിക്കാത്ത വിധം പഴയ നിയമ ജനത മുഴുവൻ മൂകരായിരുന്നു, ഊമരായിപ്പോയി. അവർക്ക് സാധിക്കുന്നില്ല. ക്രിസ്തുവിനെ പറ്റി, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അവസ്ഥയെപ്പറ്റി പറയുവാൻ ഇവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം നിയമം അറിഞ്ഞവരും അറിയാത്തവരുമായ ഒരു ജനം അറിഞ്ഞു, പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം അവർക്കറിയില്ലായിരുന്നു. 5 മാസത്തോളം ഈ സംഭവം, അല്ലെങ്കിൽ ഈ ദൈവിക ഇടപെടൽ, ദൈവിക വാഗ്ദാനം, ഒരു പുത്രൻ ജനിക്കുമെന്ന വാഗ്ദാനം എലിസബത്തിൽ മാംസം ധരിച്ചിട്ടും 5 മാസത്തോളം അവളത് രഹസ്യമായി വെച്ചു. ആർക്കും വെളിപ്പെടുത്തി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പഞ്ചഗ്രന്ഥികളിൽ മോശ കർത്താവിൻ്റെ ജനനത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. പക്ഷേ കാലത്തിൻ്റെ തികവ് വരെയും 5 മാസം വരെയും, അല്ലെങ്കിൽ പരിശുദ്ധ കന്യക മറിയം വന്ന് എലിസബത്തിനെ അഭിസംബോധന ചെയ്യുന്നത് വരെയും ഈ രഹസ്യം മറയ്ക്കപ്പെട്ടിരുന്നു. പഴയ നിയമത്തിൽ, തോറായിൽ, നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരുന്ന യേശുക്രിസ്തുവിനെ പറ്റി യഹൂദ ജനത അത് ഉള്ളിൽ വഹിച്ചിരുന്നുവെങ്കിലും അവർക്കത് വെളിപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. പഴയ നിയമം പറയുന്നത് മുഴുവൻ യേശുവിനെ പറ്റിയാണ്. മോശ പ്രതിപാദിച്ചത് യേശുവിനെ പറ്റിയാണ്. പക്ഷേ അത് നിഗൂഢമായിരുന്നു. അതവർക്ക് മനസ്സിലാകുമായിരുന്നില്ല. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ
അത് ചില ആത്മീയ സത്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടായിരുന്നു. അവയുടെ ധ്യാനം നമ്മെ ആത്മീയ ഔന്നത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.